ഇരുന്നോളൂ 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 ഇരുന്നോളൂ. ഓക്കെ മിസ്റ്റർ പരുന്തുവാസു അല്ലേ? അതെ സാർ. ഇരുന്നോളൂ നമസ്കാരം. ഇരുന്നോളൂ ഇരുന്നോളൂ മിസ്റ്റർ പരുന്ത് ഇരുന്നോളൂ. നിന്നോളാം സാർ, നിന്നോളാം. ഇറ്റ്സ് ഓക്കെ ഇറ്റ്സ് എ ഫോർമൽ മീറ്റിംഗ്, യു ക്യാൻ സിറ്റ്. സാർ അപ്പോയിന്റ്മെന്റ് സാറിന് ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കസേരയോട് ചേർന്ന് നിന്നിട്ട് ജയമസിൽ അമർത്തിയാൽ മതി. കസേരയോട് ചേർന്ന് നിൽക്കും. ജയമസിൽ ആ മിസ്റ്റർ എന്തിനാണ് അപ്പോയിന്റ്മെന്റ് ചോദിച്ചത് മിസ്റ്റർ പരുന്ത്? സാർ അപ്പോയിന്റ്മെന്റ് അല്ല സാർ, ഞാൻ അതെ അപ്പോയിന്റ്മെന്റ്. അത് നമ്മുടെ സാർ കണ്ണാപ്പി എന്ന് പറഞ്ഞിട്ട് എന്റെ കുടുംബത്തിന്റെ പേര് തക്കടുവാവാന്നാണ് കേട്ടോ. ആയിക്കോട്ടെ. ഓക്കെ, അപ്പൊ എന്റെ കുടുംബത്തിലെ ഒരു അംഗമായിരുന്നേ കണ്ണാപ്പി. അപ്പൊ അംഗമാണ് ഇപ്പോഴും സ്റ്റിൽ. അല്ല കാര്യം യു ആർ ടോക്കിംഗ് ടു ദ കോർട്ട് ഓഫ് ലോ, സോ പറയുന്ന വാക്കുകൾ ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, ബഹുമാനപ്പെട്ട കോടതി അറിയുന്നതിന് കണ്ണാപ്പി എന്ന് പറയുന്ന വ്യക്തി ഇപ്പോഴും തക്കടു വീട്ടിൽ അധോലോകം എന്ന് പറയുന്ന കുടുംബത്തിലെ ഒരംഗമാണ്. പറഞ്ഞോളൂ. ഓക്കെ, പെട്ടെന്ന് എനിക്ക് കണ്ണാപ്പി എന്ന് പറയുന്ന ഈ അംഗത്തിന്റെ അടുത്ത് നിന്ന് ഒരു ഫോൺ കോൾ വരികയും കോടതിയിൽ ഹാജരാക്കാൻ പോവുകയാണെന്നും ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണെന്നും പറഞ്ഞ് എനിക്ക് കുറച്ചു മുമ്പ് ഒരു കോൾ വരികയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ചെന്ന് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള മുച്ചിറി എന്ന് പറയുന്ന വേറൊരു സഹോദരനുണ്ട്. ഈ സഹോദരനെ ഇന്നലെ മുതുക്കിൽ വെച്ച് വെടിവെച്ചു എന്ന് പറഞ്ഞിട്ടാണ് PD ഓഫീസേഴ്സ് ഈ കണ്ണാപ്പിയെ പിടിച്ചുകൊണ്ട് വന്നത്. അപ്പോ വെടി കൊണ്ട ആളും വെടി വെച്ച ആളും എനിക്ക് എന്റെ കുടുംബത്തിലെ അംഗങ്ങളാണ്. ഈ വെടി വെച്ച ആൾക്കും പരാതിയില്ല, വെടി കൊണ്ട ആൾക്കും പരാതിയില്ല, ആർക്കും ഒരു പരാതിയില്ല. പിന്നെ എങ്ങനെയാണ് കണ്ണാപ്പി ഇവിടെ വന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ സാറ് പറയുന്നത് ഇതൊരു വെടി കൊണ്ട ആളിനും വെടിവെച്ച ആളിനും പരാതി ഇല്ലാത്തത് കൊണ്ട് ആവശ്യമില്ലാതെ കേസ് എടുത്തു എന്നുള്ളതാണോ സാർ? അയ്യോ, അങ്ങനെ ഒരിക്കലും കോടതിയെയോ ഇവിടുത്തെ പീഡിയെയോ പരിഹസിച്ചോ കളിയാക്കിയോ അല്ലെങ്കിൽ എതിർത്ത് പറഞ്ഞോ ഞാൻ സംസാരിക്കത്തില്ല. എന്റെ ജഡ്ജി ഞാൻ പറഞ്ഞു വന്നത് അതല്ല. ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ ചെയ്തത് തെറ്റാണ് എന്ന് വെച്ചാൽ, തെറ്റെന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ നമ്മള് ഇവരൊക്കെ ചെറിയ പ്രായമുള്ള പിള്ളേരല്ലേ. അപ്പോൾ അവിടെ വെച്ച് അന്നേരം ഒരു കയ്യബദ്ധത്തിൽ പറ്റിപ്പോയതാണ്. കാരണം നമ്മൾ ഈ ഗണ്ണും കാര്യങ്ങളും ഒന്നും അങ്ങനെ പൊതുസ്ഥലത്ത് ഉപയോഗിക്കുകയും അത്ര ആൾക്കാർ കൂടിയിരിക്കുന്ന സ്ഥലങ്ങളിൽ ഉപയോഗിക്കാറില്ല. അതൊരു അബദ്ധത്തിൽ. ഇല്ലാത്ത സ്ഥലത്ത് നിങ്ങൾ ഇല്ലീഗൽ ഗൺസ് ഉപയോഗിക്കുന്നുള്ളതാണോ പറഞ്ഞു വരുന്നത്? ഇല്ല, നമുക്ക് അങ്ങനെ ഇല്ലീഗൽ ഗൺസേ ഇല്ല. ഇത് സത്യം പറഞ്ഞുണ്ടല്ലോ, ഇന്നലെ കണ്ണാപ്പിക്ക് വഴി കിടന്ന് കിട്ടിയതാണ്. അതെ. അപ്പൊ മിസ്റ്റർ വാസു ഒരു കാര്യം മനസ്സിലാക്കുക. ഇവിടെ ഇപ്പോ നമ്മുടെ ഫ്രണ്ടിലോട്ട് കേസ് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാല് അതില് ഇന്നസെൻസ് പ്രൂവ് ചെയ്യുക എന്നുള്ളത് കണ്ണാപ്പിയുടെ ആവശ്യമാണ്. ക്ലിയർ അല്ലേ? അതെ ക്ലിയർ ആണ്. അപ്പൊ നമ്മുടെ ഫ്രണ്ടിൽ കേസ് എത്താത്തിടത്തോളം കാര്യങ്ങൾ ഒരിക്കലും കോർട്ട് ഓഫ് ലോ അങ്ങോട്ടൊന്നും ഇൻവോൾവ് ആകത്തില്ല. ഇല്ല. അതെ, അപ്പം വളരെ നല്ല പറയുന്ന ഒരാള് ഒരു അപ്പോയിന്റ്മെന്റ് ചോദിച്ചു, ഞങ്ങൾ അപ്പോയിന്റ്മെന്റ് തന്നു. അതിന്റെ മുകളിലേക്ക് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു കേസിനെ പറ്റി നമുക്ക് സംസാരിച്ച് തീർപ്പാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് പരന്തുവാസു ദയവേത് ഞങ്ങളോട് ക്ഷമിക്കണം. ബിക്കോസ് ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. കാര്യം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു കേസല്ലേ മിസ്റ്റർ? അതെ. അപ്പം ഇത് താങ്കൾ പറഞ്ഞ ഒരു കാര്യത്തിന് മാത്രം ഞാൻ ഒരു എക്സ്പ്ലനേഷൻ തരാം. വെടി വച്ച ആളിനും കൊണ്ട ആളിനും അത് പരാതി ഇല്ല എന്നിരിക്കലും മുതുക്കെന്ന് പറയുന്നത് ഒരു ക്ലാസിഫൈഡ് പൊതുസ്ഥലമാണ്. കറക്റ്റ് അല്ലേ? അതെ. അപ്പൊ ഒരു പൊതുസ്ഥലത്ത് വെച്ച് മാരകായുധങ്ങൾ ഉപയോഗിക്കുക എന്ന് പറയുന്നത് തന്നെ അത്യന്തം അപകടകരമാണ്. അതെ. അത് കളഞ്ഞു കിട്ടിയോ ഇല്ല, അയാൾ ഉണ്ടാക്കിയോ ഇല്ല, കൊല്ലന്റെ ആലയിൽ പോയിട്ട് ഉണ്ടാക്കിയോ ഇല്ല, നിങ്ങളെ കുടുംബം സപ്ലൈ ചെയ്തോ, അതൊന്നും അല്ല ഞങ്ങളുടെ വിഷയം. ഞങ്ങളുടെ ഫ്രണ്ടിൽ ഫ്രെയിം ചെയ്തിരിക്കുന്ന കേസുകള് ഒന്ന് പബ്ലിക് വയലൻസ്, രണ്ടാമത്തത് ഒരു PD ഓഫീസറിനെ കൊല്ലാൻ നോക്കി, മൂന്നാമത്തത് ഒരു പബ്ലിക് പ്ലേസിൽ വയലൻസ് ഉണ്ടാക്കി, ബാൻഡിസ്റ്റിംഗ് ഓഫ് വെപ്പൺസ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. സാർ, ഞാൻ ശരിക്കും പറഞ്ഞാൽ സാർ ഇവിടെ അപ്പോയിന്റ്മെന്റ് ചോദിച്ചത് ഇത് പറയാനല്ല. സാർ എന്തിനാ വന്നത് എന്ന് ചോദിച്ചപ്പോ അതിന്റെ കാര്യങ്ങളിലേക്ക് എത്താൻ ഞാനിപ്പോ നേരെ വന്നത് സാർ ഈ കഥ തുറന്നു തന്നിട്ട് കണ്ണാപ്പിയുടെ കേസ് പറ്റിയതായിരുന്നു, എനിക്ക് അവര് വേണ്ടി സംസാരിക്കണം, നിങ്ങൾ ഇവിടെ നിൽക്കെന്ന് പറഞ്ഞാൽ സാറിനെ അപമാനിക്കുന്ന പോലെ ആവൂലേ അത്? അയ്യോ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ സാർ ഇപ്പുറത്തെ പ്രതിക്കൂട്ടി കയറുമല്ലോ. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് സാർ, അതാ പറഞ്ഞേ. അത് ഞാൻ റെസ്പെക്ട് ചെയ്ത് സാറിന്റെ അടുത്ത് ഭയങ്കര
റെസ്പെക്ട്ഫുള്ളോടുകൂടി സംസാരിച്ച് കാര്യങ്ങൾ അങ്ങോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്കിന് സാർ അതിന് മുമ്പുള്ള കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് വേണ്ടുന്നത് ഞാൻ പറയാൻ സാറിൻ്റെ അടുത്ത് അപ്പോയിൻമെന്റ് മേടിക്കാൻ വന്നത് എന്തിനാണെന്ന് വെച്ചാൽ, സാർ കണ്ണാപ്പിക്ക് വേണ്ടി ഹാജരാവാൻ ഞങ്ങൾക്ക് ഒരു ലോയർ ഇല്ല. ഞങ്ങളുടെ ലോയർ ഒരു സർജറിക്ക് പോയിരിക്കുകയാണ്. മിസ്റ്റർ മുച്ചിരി എന്ന് പറയുന്ന ഒരാള് ഫോർജറി ആയിട്ട് ബന്ധപ്പെട്ട് അതൊരു കേസ് വന്നിട്ടുണ്ട് പിടിയുടെ ഭാഗത്ത്. സോറി, മദാര അയാള് വക്കീൽ ലിസ്റ്റിൽ ഇല്ലാത്ത ആള് വക്കീലാന്ന് പറഞ്ഞ് പിടി കയറി എന്ന് പറഞ്ഞിട്ട് ഒരു കേസ് വന്നിട്ടുണ്ട്. അത് നിങ്ങളുടെ കുടുംബത്തിലെ ആളാണോ? അതെ. മൊത്തത്തില് തക്കുടുക്കാരൊക്കെ പ്രശ്നക്കാരാണ് അല്ലേ മിസ്റ്റർ വാസു? സാർ ഈ ഒരു 3 കാര്യം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാം കൊണ്ടും നീറ്റാണ് ഞങ്ങളുടെ കുടുംബം. മുതുക്കിൽ ആരെടുത്ത് അന്വേഷിച്ചാലും പറയാം, അത്ര തറവാട്ടി പറഞ്ഞൊരു കുടുംബമാണ് ഞങ്ങൾ ഈ സിറ്റിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഞങ്ങൾ വേണ്ടി ചെയ്തിട്ടുണ്ടെന്ന് അറിയോ സാർ? സാർ ഇവിടുത്തെ സാറേ ഒരു പോയിന്റ്, 1 ലിറ്റർ പാല് പാഷാണമാക്കാൻ 1 തുള്ളി ഫൈനയുടെ മതി. സാറ് 3 തുള്ളിനെ പറ്റി പറഞ്ഞുകൂടെ? ഏത് പറഞ്ഞോളൂ. അത് നിങ്ങളുടെ കുടുംബത്തിലുള്ള ആൾക്കാരാണോ നീഗൻ സ്മിത്തും ചന്ദ്രബോസും? സാർ ഈ 5 എണ്ണം ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒരു പ്രശ്നമില്ല, നമ്മൾ നീറ്റാണ്. മൊത്തം എത്ര പേരുണ്ട് കുടുംബത്തിൽ? ഇങ്ങനെ ഒരു 5-6 എണ്ണം ഉണ്ട്. അതൊഴിച്ചു കഴിഞ്ഞാൽ ബാക്കി നമ്മൾ കംപ്ലീറ്റ്ലി നീറ്റാണ് നമ്മുടെ സൈഡ് വശം എല്ലാം കൊണ്ടും. അല്ലേ സാറേ? സാർ അതിപ്പോ എല്ലായിടത്തും ഉണ്ടാവില്ലേ സാർ ഒരു പാഷാണത്തി കൃമി? അല്ല, പാഷാണത്തിന് ഒരു കൃമിയാണെങ്കിൽ സഹിക്കാം മിസ്റ്റർ വാസു. എനിക്ക് തോന്നുന്നു വാസു ഇപ്പൊ നമ്മൾ സംസാരിച്ച ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെച്ചിട്ട് യു ആർ എ ഗുഡ് ഗായ്. താങ്ക് യു സോ മച്ച്. ബാക്കിയുള്ളവരെ പറ്റി എനിക്ക് വലിയ പിടുത്തമല്ലേ. എനിവേ എന്തായാലും പിടിയുടെ അടുത്ത ഫോർജറിയുടെ കേസ് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞോളൂ. സാറിന് വക്കീലിന്റെ ഇഷ്യൂ അല്ലേ? ഹരിത അല്ല, ഹരിത വേണ്ട സാർ. അല്ലല്ല, ഹരിതയാണ് നിങ്ങൾ വക്കീലിനെ ഏർപ്പാടാക്കി തരുന്നത്. അതല്ല ഞാൻ പറഞ്ഞത്, അതല്ല സാർ. ഞാൻ പറയണെന്ന് പറഞ്ഞാൽ ഈ കേസില് സാർ കണ്ണാപ്പിയെ പറ്റി ഏറ്റവും കൂടുതൽ ഒരു ചേട്ടൻ എന്നുള്ള രീതിയിൽ അറിയാവുന്ന ആൾ ഞാനാണ്. പിന്നെ സാർ ഇത് സാറിന്റെ ഒരു റിക്വസ്റ്റ് ആയിട്ട് കാണണം സാർ. ഞാൻ പഠിക്കാനൊക്കെ ഭയങ്കര മിടുക്കനായിരുന്നു. 10ൽ ഫുൾ A+, +2 ഫുൾ A+. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഞാൻ അല്ലമീൻ പബ്ലിക് സ്കൂൾ 10ാം ക്ലാസ്, പിന്നെ ഗവൺമെന്റ് HSS കലഞ്ഞൂർ +1 +2. കലഞ്ഞൂർ പത്തനംതിട്ട ജില്ല. അതെ, പുറത്ത്. ഞാൻ പുറത്ത് വിദേശത്ത് പഠിച്ച റെസ്റ്റോറന്റ് ആണ്. അപ്പോ സാർ ഞാൻ സമയത്ത് തൊട്ടേ എന്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഒരു വക്കീലാവണം എന്നൊക്കെ. പക്ഷെ വീട്ടിലെ സാഹചര്യങ്ങളും ബാക്കിയൊക്കെ കൊണ്ട് പഠിക്കാൻ പറ്റിയില്ല സാർ. എൻ്റെ അച്ഛൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അച്ഛൻ്റെ കണ്ണടയുന്നതിന് മുമ്പ് ഞാനൊരു കേസ് വാദിച്ച് മറ്റേ SC Your Honor എന്നൊക്കെ പറഞ്ഞ് ഈ കോടതിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് കാണാൻ. പക്ഷെ അതിനു മുമ്പ് അച്ഛൻ പോയി. അച്ഛൻ മരിച്ചുപോയി. അപ്പൊ പിന്നെ എങ്ങനെയാണ്? കണ്ണടയുന്നതിന് മുമ്പുള്ള കാര്യമായിരുന്നു പരിഗണിക്കായിരുന്നു അല്ലേ മിസ്റ്റർ ഷറഫുദ്ദീൻ? ഒരാളുടെ ലാസ്റ്റ് ആഗ്രഹം എന്നുള്ള രീതിയിൽ. അതാണ് ഞാൻ പറഞ്ഞു തന്നത് സാർ. ഇതേ ആഗ്രഹം അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് അമ്മയെ ഫീഡ് ചെയ്ത് കൊടുത്തു. അമ്മയ്ക്കും ഇപ്പൊ ഈ പറയണതുപോലെ അസുഖമാണ്. ഇന്നല്ലെങ്കിൽ നാളെ എന്ന് പറഞ്ഞ് കിടക്കുക. എക്സ്എംഡിനെ വിളിച്ചിട്ട് ഒരു ഡി ലെവൽ ആംബുലൻസ് വിളിച്ചിട്ട് ആദ്യം അമ്മേനെ കോർട്ടിൽ എത്തിക്കാൻ പറയൂ. എന്നിട്ട് നമുക്ക് അതിന്റെ ബാക്കി കാര്യങ്ങൾ നോക്കാം. അയ്യോ അത് വേണ്ട, വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കാം. അമ്മ മറ്റേ ഇതിനകത്താണ്, ICUലാണ് എല്ലാ കാര്യങ്ങളും. മറ്റേ നമുക്ക് ഡി ലെവൽ ICU വിളിക്കാം മിസ്റ്റർ പരന്ത്. അയ്യോ അത്രയ്ക്ക് കോംപ്ലിക്കേഷനിലോട്ട് പോകണ്ട നമുക്ക്. അല്ല കുഴപ്പമില്ല, അതിന്റെ ചെലവ് മൊത്തം കാര്യം അത് വേണ്ട. ഇപ്പൊ ഈ കേസ് വാദിക്കണ്ടേ നമുക്ക്? കേസ് വാദിക്കുന്ന കാര്യങ്ങളിലേക്ക് സാറിന് ഈ കേസ് വാദിക്കണം, അതിനുള്ള പെർമിഷൻ വേണം. അത്രയല്ലേ ഉള്ളൂ. അവന് വേണ്ടി സംസാരിക്കാൻ സാറിനെ സമ്മതിക്കണം. അത്രയല്ലേ ഉള്ളൂ. അതെ, അതിനാണല്ലോ ഈ കഥ മൊത്തം പറഞ്ഞത്. അതെ, കഥയെല്ലാം വെറും തേപ്പല്ലേ? കള്ളം, പച്ചക്കള്ളം. സമ്മതിച്ചല്ലോ. അച്ഛനാരും അമ്മയാരെന്ന് പോലും അറിഞ്ഞോണ്ടായിരിക്കും. സാർ 1 മിനിറ്റ് ഒന്ന് പുറത്ത് വരികയാണ്. ഞാൻ അതിന്റെ നിയമവിഷയങ്ങളൊന്ന് പഠിച്ചിട്ട് പറയാം കേട്ടോ. ഓക്കെ. ഹലോ. യെസ് സാർ. സാർ LS2ന്റെ കയ്യില് 3 പേർക്കുള്ള സമൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓ 3 ജോക്കി. ഹലോ പറഞ്ഞോ. ജോക്കി, ചന്ദ്രബോസ്, അതുപോലെ നീഗൻ 3 പേർക്കുള്ള സമൻസ് വീട്ടില് അവിടെ LS2ന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അവർക്കുണ്ട് സമൻസ് അല്ലേ? അവർക്കുണ്ട്. നൈസ് അച്ചീവ്മെന്റ്. ഇവിടെ അടുത്തൊരു വീടുള്ള സാർ പെർമനന്റ് ആയിട്ട് കിടക്കാം. അങ്ങോട്ട് ഓടി വേണ്ട ആവശ്യമില്ല.
എന്ത് ചെയ്യാൻ പറ്റും? തല്ലിപ്പുള്ളികളാണെന്ന് പറഞ്ഞ് അനിയന്മാരെ കളയാൻ പറ്റില്ലല്ലോ സാറേ. സാർ അത് സമൻസ് കൊടുത്ത LS2ന്റെ കയ്യിലാണ്. അപ്പൊ പുള്ളി തപ്പി കളിക്കുന്നത് കണ്ടു. അപ്പൊ സാറിനോടൊന്ന് പറഞ്ഞു. ഹലോ ആ സാറേ പറഞ്ഞു. അവിടെ പീടിയിൽ വെച്ച് പുള്ളിക്കാരന്റെ ചേട്ടനെ സംസാരിച്ചില്ലേ? സാറേ ഉള്ള ഇവിടെ ഇരിക്കും. ഗ്യാങ് ഫുൾ ക്രിമിനൽസ്. ഇവർക്കൊക്കെ വേണ്ടി എല്ലാവരുടെയും മുമ്പിൽ താഴാൻ ഈ ലീഡർ ഉണ്ടല്ലോടാ. കുഴപ്പമില്ല, കുഴപ്പമില്ല. ഞാനത് സഹിച്ചോളാം. ഡിയോജി വിളക്കുന്നോ? ഒരാള് നമ്മൾ ഈ മാസ് അടിക്കുന്നത് മാത്രമല്ല RP, വേറൊരാൾക്ക് സംസാരിക്കാൻ അവസരം ഉണ്ടായി കൊടുക്കുന്നതോടാണ് RP. ഞാൻ പണ്ട് തൊട്ടേ അങ്ങനെ ഒരു ഈഗോ RPയിൽ ഞാൻ ക്യാരി ഫോർവേഡ് ചെയ്യാറില്ല. എല്ലാവർക്കും താറ്റാനും എല്ലാം ഞാൻ നിന്ന് കൊടുക്കാറുണ്ട്. മനസ്സിലായ? ലൈക്ക് അതാണ് ശരിക്കും RP. നമ്മൾ മാത്രം മാസ് അടിച്ചുകൊണ്ടിരുന്ന ഒരിക്കലും നടക്കൂല. ആ പറഞ്ഞു സാർ, പറഞ്ഞു. ഇത് പ്രതിക്കൂട്ടാണോ? സോറി, സാധാരണ ഞങ്ങളുടെ നാട്ടിലൊക്കെ പ്രതിക്കൂടാണോ? നീങ്ങിയിരുന്നോ ശരി? ഞാൻ ഇവിടെ ഇരുന്നോളാം. ഉള്ളിലോട്ട് വിളിക്കുന്നോ? ഓക്കെ, ഇത് ലോക്കായി ചേട്ടാ. ഇത് ഹലോ ഹലോ ആരും തുറന്നു തരണേ. മിസ്റ്റർ ബാസു, പറഞ്ഞോ പറഞ്ഞോ സാർ. ആക്ച്വലി ടെക്നിക്കലി നമുക്കിത് അലോ ചെയ്യാൻ പറ്റത്തില്ല, ഓപ്പൺ ആയിട്ട് പറയാം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വാസുവിനെ ഇതിനകത്ത് നമ്മൾ അലോ ചെയ്ത് കഴിഞ്ഞാല് ഈ ഒരു കേസ് റെക്കോർഡിക്കൽ കോഴ്സ് ആണ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇപ്പം വാസു വളരെ നല്ലൊരു വാസു പറഞ്ഞ പോലെ ഇതിനെപ്പറ്റി നിയമപരിജ്ഞാനം ഉണ്ട് എന്ന് തന്നെ വിചാരിച്ചാൽ പോലും നമ്മൾ റെക്കോർഡിക്കലായിട്ട് ഈ സാധനത്തിൽ വാസുവിനെ കടത്തിവിടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഉള്ള എല്ലാ കേസുകളും ഈ സാധനം സ്ക്വയർലി ആപ്ലിക്കബിൾ ആവും. പറഞ്ഞ മനസ്സിലായല്ലേ സാർ? അത് ഇത്രയും സുപ്രീം പവറുള്ള സാറിനെ പോലത്തെ ആൾക്കാർക്ക് അടുത്തൊരാൾ വരുമ്പോ അത് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു ഇതുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. എക്സാക്ട്ലി. അപ്പോ വാസുവിനെ, പക്ഷെ വാസു ഇത്രയും കാര്യം പറയുന്നു, വാസുവിന്റെ കുടുംബത്തില് ഉള്ള പ്രശ്നങ്ങളെ പറ്റിയൊക്കെ വാസു പറയുന്നത് കൊണ്ട് ഒരു ചെറിയ സൗജന്യം വേണേ വാസുവിന് ചെയ്തു തരാൻ പറ്റും. എന്താണ് സാർ ആ സൗജന്യം? ഇപ്പം കണ്ണാപ്പി സ്വയം വാദിക്കാമെന്നുള്ളൊരു ഇത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കണ്ണാപ്പി സ്വയം വാദിക്കാമെന്ന് പറഞ്ഞ ഒരു സ്ഥിതി നിൽക്കുമ്പോൾ കോർട്ടില് പരന്തുവാസുവിന് ഡയറക്റ്റ് സംസാരിക്കാൻ പറ്റില്ല. പക്ഷെ കണ്ണാപ്പിനെ വേണമെങ്കിൽ അസിസ്റ്റ് ചെയ്യാം. ബട്ട് കോർട്ടിനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വാസുവിന് സംസാരിക്കാൻ പറ്റത്തില്ല. സാർ ഞാൻ ഈ റഫറിയുടെ ഡ്രസ് ഒക്കെ ഇട്ട് വന്നുകൊണ്ടാണോ അസിസ്റ്റ് ചെയ്യാന്നൊക്കെ പറയണത്? ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ആക്ച്വലി ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ഇപ്പൊ വേണമെങ്കിൽ കണ്ണാപ്പി ആയിട്ട് കുറച്ച് ലോൺ ടൈം വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരാം. ആ ടൈമിൽ വാസുവിനുള്ള പറയാനുള്ള കാര്യങ്ങൾ മൊത്തം കണ്ണാപ്പിനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് കണ്ണാപ്പിനെ കൊണ്ട് പ്രസന്റ് ചെയ്യും. ഓക്കെ. നമ്മൾ നോർമലി അങ്ങനെ എലോൺ ടൈം കൊടുക്കാറില്ല, വക്കീലല്ലാത്ത ഒരാൾക്കും എലോൺ ടൈം കൊടുക്കാറില്ല. പക്ഷെ വാസു ഇത്രയും കാര്യമായിട്ട് പറയുന്നു, ഒരു കുടുംബനാഥനാണ്, കുടുംബമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ്. അങ്ങനെ ഉള്ളത് കൊണ്ട് വാസുവിന് ഒരു എലോൺ ടൈം ഞാൻ തരാം. ആ എലോൺ ടൈം തരുന്നതിന് മുമ്പ് വാസുവിനെയും കണ്ണാപ്പിനെയും ഞങ്ങൾ സെർച്ച് ചെയ്യും. തിരിച്ചു പോകുന്ന ടൈമിലും വാസുവിനെയും കണ്ണാപ്പിനെയും സെർച്ച് ചെയ്യും. വേറെ സാധനങ്ങൾ കൈമാറാൻ പാടില്ല എന്നുള്ള ഒരു റൂളും കൂടെ അതിനകത്ത്. അല്ല സാർ, ഞാനിപ്പോ ഒരു കാര്യം പറയുകയാണെങ്കിൽ കണ്ണാപ്പി സ്വന്തമായിട്ട് വാദിക്കാനാണ് ഈ കേസ്? അതെ, കണ്ണാപ്പി സ്വന്തമായിട്ട് വാദിക്കാന്നാണ് കണ്ണാപ്പി കോർട്ടിന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറയണത് പറഞ്ഞാൽ സാറ് പോലും അവിടെ പോകേണ്ട ആവശ്യമില്ല. അത് ഓട്ടോമാറ്റിക് തോറ്റത്, എന്തായാലും കേസ് തോറ്റ്. വിധി നിങ്ങൾ ഇവിടെ വെച്ച് പറഞ്ഞാൽ ഇത്ര സമയം ഇത്ര ആൾക്കാരുടെ ഇതൊക്കെ അവനത് സംസാരിക്കാനുള്ള ഒരു കഴിവില്ല സാർ. കാരണം വർഷങ്ങളായിട്ട് എന്റെ കൂടെ ഉള്ളതുകൊണ്ട് എനിക്കറിയാതെ ഞാൻ അവന്. പിന്നെ വേറൊരു കാര്യം പറയാം സാർ. ഞാൻ വേറൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് പറഞ്ഞാൽ അവൻ മാനസികമായിട്ട് ഭയങ്കര ഒരു ഡൗൺ ടൈമിൽ നിൽക്കുന്ന സമയമാണ്. ഇതൊക്കെ അവനൊരു മെന്റൽ ട്രോമയാണ്. എപ്പാർട്ട് ഫ്രോം ദ കേസ് ആൻഡ് ഓൾ, ഒരു മാനസിക പരിഗണന എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ സാർ. ഞാനൊരു കാര്യം നിങ്ങളുടെ അടുത്ത് ഇവിടെ പറയാം. ഇത് ഞാൻ വെളിയിലുള്ള ആൾക്കാരുടെ അടുത്ത് ഷെയർ ചെയ്യാൻ താല്പര്യമില്ല സാർ. ഒരാളുടെ വാസു, അങ്ങനെ ഒരു വിഷയം ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതിനകത്തൊരു കാര്യം ചെയ്യാം. ലൈക്ക് XMD-നെ വെച്ച് ഇപ്പൊ XMD-യും കൂടെ ഉള്ള സമയത്ത് വാസു ഈ കാര്യം പറയുക. പറഞ്ഞതിന് ശേഷം XMD പുള്ളിക്കാരനെ ഒന്ന് ഇൻസ്പെക്ട് ചെയ്തതിനു ശേഷം XMD പറയാണ് അങ്ങനെ ഒരു ഡീപ് ഡിപ്രഷനിലുള്ള ആളാണ് എന്നുള്ളത് XMD സ്റ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ വാസുവിന് ഈ കേസ് വാദിക്കാനുള്ള ഒരു സ്പെഷ്യൽ ജഡ്ജ്മെന്റ് തരാൻ പറ്റും.
ഓക്കെ എക്സ് എം ഡി കാര്യം കൂടെ വിളിക്കും സാർ, എനിക്ക് പറയാനുണ്ട്. ഇന്നലെ കേട്ടില്ല. എക്സ് എം ഡി കാര്യം കൂടെ സാർ വിളിക്കുമോ? എനിക്ക് അവരോടൊപ്പം ഒരുമിച്ച് നമുക്ക് അതെ ഒരുമിച്ച് അതെ പറഞ്ഞോളൂ ഷറഫുദ്ദീൻ പറഞ്ഞോളൂ. സാർ ഇന്നലെ ഇവരുടെ ഫാമിലി മെമ്പേഴ്സ് ആയിട്ടുള്ള ജോക്കർ അതേപോലെ ജോണി ഇവർ രണ്ടുപേരും ഇതേ റീസൺസ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും. അല്ല ഇതേ അല്ല അവര് പറഞ്ഞ അവരെന്താ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവര് പറഞ്ഞ റീസൺ ഒന്ന് Okay. പറയോ? hold on. ഹരിത, ഞാൻ XMD ഹെഡ്, ദെൻ വാസു, then ഇവൻ ഷറഫുദ്ദീൻ. വെളിയിൽ ഇറങ്ങും എന്നെങ്കിലും ഈ കോട്ടിന്റെ പുറത്ത് അന്ന് ഇവന്റെ മൊട്ട പിടിച്ച് ഞാൻ ഉടക്കും. ഓക്കെ, വാസുവിന് പറയാനുള്ള വാസുവിനോട് പറയാം. മിസ്റ്റർ XMD, ഹലോ ഡോക്ടർ. രാഘവൻ സാർ, ഡോക്ടർ കേൾക്കാവോ? രാഘവൻ സാറേ. സാറേ ഇപ്പൊ ഇദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറയും അബൌട്ട് മിസ്റ്റർ കണ്ണാപ്പി. അത് മനസ്സിൽ വെച്ചിട്ട് ഒന്ന് കണ്ണാപ്പിനെ എക്സാമിൻ ചെയ്തിട്ട് പുള്ളിക്കാരൻ ഡീപ് ഡിപ്രസീവ് സ്റ്റേറ്റിലാണോ ഇല്ലയോ എന്നുള്ളത് മാത്രം അസസ് ചെയ്ത് എനിക്ക് ഇപ്പൊ തന്നെ റിപ്പോർട്ട് തരണം വിത്തിൻ 5 minutes. ഓക്കെ പറഞ്ഞോളൂ മിസ്റ്റർ വാസു. സാർ നമസ്കാരം, എൻ്റെ പേര് പരുന്ത് വാസു. സാർ ഡോക്ടർ കേൾക്കാവോ? ഹലോ സാർ, ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ ഒന്ന് മൂളാവോ? ഓക്കെ താങ്ക് യു. സാർ എൻ്റെ പേര് പരുന്ത് വാസു. അപ്പോൾ ഞാൻ ഈ കൊണ്ടുവന്നേക്കുന്ന കണ്ണാപ്പിയുടെ മൂത്ത ജ്യേഷ്ഠനാണ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കണ്ണാപ്പി എന്ന് പറയണത് അവൻ്റെ മെൻ്റൽ സ്റ്റേജ് എന്ന് പറയണത് ഭയങ്കര വീക്കായിട്ടിരിക്കുന്നതാണ്. അപ്പോൾ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ അവനൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ കുട്ടി ഒരു വണ്ടി ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. അതും സാർ ഒന്ന് ആലോചിച്ച് നോക്കണം, അവർ രണ്ടുപേരും കൂടെ ഒരു ഡേറ്റിന് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ കുട്ടി ഐസ്ക്രീം വാങ്ങിക്കാൻ വേണ്ടി റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയി. ആ കുട്ടി ഐസ്ക്രീം മേടിച്ച് തിരിച്ച് വരുന്ന വഴിക്ക് ഒരു മൈക്രോ സെക്കൻഡ് അവനെ നോക്കി ഒന്ന് ചിരിച്ചതാ. ഈ ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കാർ വന്ന് ഇടിച്ച് ആ കുട്ടിയെ ഇടിച്ച് തെറിപ്പിച്ചു. അത് കണ്ട് അവന് ട്രോമയായി. അവന് ട്രോമ എന്ന് പറഞ്ഞാൽ ലൈക്ക് സാർ എനിക്ക് എങ്ങനെ പറയണമെന്ന് പറഞ്ഞുകൂടാ. ഞാൻ തൊട്ടപ്പുറത്തെ വളവിലുണ്ടായിരുന്നു. ഈ സൗണ്ട് കേട്ട് ഞാൻ അവിടെ ചെല്ലുമ്പോൾ അല്ലല്ല ഞങ്ങൾ തൊട്ട് ഈ ഐസ്ക്രീം കടയുടെ ഒരു ഏകദേശം 100 മീറ്റർ അപ്പുറത്ത് മാറിയിട്ട് ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സൗണ്ട് കേട്ടുകൊണ്ട് ഞാൻ വരുന്ന സമയത്ത് ആംബുലൻസ് വരുന്നു, ഈ കുട്ടിക്ക് CPR കൊടുക്കുന്നു. അവൻ്റെ കയ്യിൽ കിടക്കുക, അവൻ്റെ കയ്യിൽ തന്നെ കിടക്കുക. ഈ കയ്യിൽ കിടത്തിയാണ് CPR കൊടുക്കുന്നതും ഇതുമെല്ലാം. വായിക്കൂടെയും മൂക്കിക്കൂടെയൊക്കെ ചോര വരുന്നു. അവൻ ഫുള്ള് ചോരയിൽ കുളിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് ഒരു തരത്തിലാണ് അവൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ ആ കൊച്ചിനെ ആശുപത്രിയിലോട്ട് എടുത്ത് മാറ്റിയതും ഇതെല്ലാം. അത്രയ്ക്കും ട്രോമയില്ല. അതിനുശേഷം അവൻ എന്തൊക്കെ പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതും. മരിച്ചുപോയി സാർ. എന്തോ കേട്ടില്ല. ആദരാഞ്ജലികൾ. ഐ മീൻ ദാറ്റ്. എന്താ പോയവരെ പറ്റി ഇനി നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഇതാണ് പരന്തവാസം പറയുന്നത്. അപ്പൊ പുള്ളിക്കാരൻ ഒരു PTSD കാരനാണെന്നാണ് പറയുന്നത് ഡോക്ടറെ. പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. അപ്പൊ ഒന്ന് പെട്ടെന്ന് അനലൈസ് ചെയ്യാവോ? ഓക്കെ, പെട്ടെന്ന് അനലൈസ് ചെയ്തിട്ട് റിപ്പോർട്ട് തരണേ. മിസ്റ്റർ പരന്തവാസ്, യു ക്യാൻ വെയിറ്റ് ഔട്ട് സൈഡ് ഫോർ 5 minutes. 5 minutes നമുക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാം. ഇന്നലെ മറ്റേ ഇൻസ്പെക്ഷൻ ചെയ്ത ഹലോ സർ, ഇഫ് ഇറ്റ് ഈസ് ദ കേസ് വി ക്യാൻ നമുക്കൊരു ഇടക്കാല ഉത്തരവ് വെച്ചിട്ട് മരിച്ചുപോയി കാറടിച്ച് മരിച്ചു. അണ്ണാ അത് പറയല്ലേ, ഓറ പോകും കേസ്. ചുമ്മാ ഊരി വരാൻ പറ്റും. ഇത് നീ പറഞ്ഞില്ലെങ്കിൽ ഞാൻ അകത്താകും. വട്ടല്ല, നിനക്ക് ഡിപ്രഷൻ എന്ന് പറഞ്ഞ മതി. ലവറിന്റെ ആക്സിഡന്റ് കൺമുന്നിൽ. ഓക്കെ സാർ, താങ്ക് യു. ഹലോ സാർ, ഹലോ
സ്വന്തം അണ്ണാ, ഞാൻ ഒരു കാര്യം പറയട്ടെ? പറയുന്ന കേക്ക് എനിക്ക് ലിമിറ്റഡ് ടൈമേ ഉള്ളൂ, ഞാൻ എല്ലാം കണ്ട്. അണ്ണാ, ഞാൻ ഒരു കാര്യം പറയാം. സ്വന്തം അങ്ങനെ ലവറിന്റെ ആയിക്കഴിഞ്ഞാ ആക്സിഡന്റ് കൺമുന്നിൽ കണ്ടതിന്റെ ഡിപ്രഷൻ. അണ്ണാ, മെന്റൽ ഇൽനെസ് ആന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെന്റൽനെസ് അല്ല, പുറത്ത് മെന്റൽനെസ് അല്ല. അത് അവർക്കറിയാം. അവള് സ്റ്റേജിൽ കാണാൻ വന്നിരിപ്പുണ്ടാ, അവളും പോവും. വാദിച്ചിറങ്ങുന്നതോടെ അവളും പോവും. സ്റ്റേജിൽ ഇടത്തെ സൈഡിൽ ഒരു തൊപ്പി വെച്ചിരിപ്പുണ്ട്, അവളും വന്നിട്ടുണ്ട് കാണാൻ. അതൊക്കെ ഒന്നും പറയല്ലേ, അതാണെന്നൊന്നും പറയല്ലേ. വേറെ എത്ര എണ്ണം ഉണ്ടായിരുന്നു നിനക്ക്? അത് അവൾക്ക് അപ്പൊ അവള് ഒരു പ്രശ്നത്തിലേട്ടാ വീണ്ടും. അത് കഴിവറാമോനെ, അത് കോടതിയാണോ? അവളെ വെളി പറഞ്ഞ് മനസ്സിലാക്കി കൂടാ. അണ്ണൻ, ഞാൻ ഒരു കാര്യം പറയട്ടെ? ഞാൻ പറയുന്നതിന് അണ്ണൻ മൂളിയെ മാത്രം മതി. ഞാൻ കേസ് സിമ്പിൾ ആയിട്ട് ഊരി വരാം. ശരി അണ്ണ വെക്കണേ, അണ്ണൊന്ന് മൂളിക്കണേ. ഞാൻ വക്കീലിനെ സാറേ, വക്കീലിനെ വിളിച്ചെന്റെ വക്കീല്. സാറേ, ഫോൺ ചെവി കൊടുത്തോ. സാർ, അകത്ത് ജഡ്ജിയെ കണ്ടായിരുന്നു. പുള്ളി എനിക്ക് കണ്ണാപ്പിയുടെ കൂടെ ഒരു സംസാരിക്കാനുള്ള ഒരു 3 മിനിറ്റ് ടൈം തരാന്ന് പറഞ്ഞായിരുന്നു. ഇല്ല സാർ, ആദ്യം അതിന്റെ ഒരു അസസ്മെന്റ് ഒന്ന് കഴിഞ്ഞോട്ടെ സാറേ, വെയിറ്റ് ചെയ്യണം. പാർട്ടി മിസ്റ്റർ വാസു, യെസ് സാർ. വാസു, ആദ്യം ആ എക്സാമിനേഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ. കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാം. കാര്യം എക്സാമിനേഷന് മുമ്പ് സാറ് കാണുന്നത് ഇറ്റ് ഈസ് നോട്ട്. ഈ നേരത്തെ ഓടി അകത്തോട്ട് കയറി വന്ന ഒരു അലീന എന്ന് പറയുന്ന വ്യക്തി നിങ്ങളുടെ കുടുംബത്തിലുള്ളതാണോ? അല്ല, എന്റെ കുടുംബത്തിലുള്ളതല്ല. ആ അലീന എന്ന് പറഞ്ഞ ഓടി കയറി വന്ന ആളെ പിടിച്ചിട്ടേ പോലീസിന് കൊടുത്തരാം. ഇല്ല, കൊണ്ടുപോയിട്ട് ആൾക്ക് സാറേ, ആളെ കൊണ്ടുപോയിട്ട് സാർ ഇങ്ങോട്ട് വരൂ. സാർ, മറ്റേ കോടതി എന്തോ സാർ കേട്ടില്ല. ഫോണൊന്നും യൂസ് ചെയ്യാം. ഓ ഇല്ല സാർ. സാറേ, അതൊന്ന് തുറന്നു കൊടുത്താൽ. അറസ്റ്റ് ചെയ്യണോ അലീനെ? അലീനല്ല, വേറെ അത് മറ്റേ അത് കൊണ്ട് ആൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. സാർ, ആളുടെ പേരെന്തായിരുന്നു? സാറേ, തുറന്നു കൊടുത്തേ. സാറേ, അതൊന്ന് തുറന്നു കൊടുക്കേ. എല്ലാരും തൂക്കിയേ. ജഡ്ജി നിങ്ങൾക്ക് എന്താ പറയണേ? നിങ്ങൾ പറഞ്ഞാ സാർ പറഞ്ഞു സാർ. സാറിന് താഴോട്ട് വിളിക്കുന്നുണ്ട്. നിങ്ങൾ പറയണെന്ന് പറഞ്ഞാൽ ഒരു ജഡ്ജിന്റെ അടുത്ത് പോയി നമ്മൾ മാസ് അടിക്കണമെന്നാണോ? അത് നിങ്ങൾ കാണുന്ന ആർപികളുടെ കുഴപ്പമാണ്, മനസ്സിലായ? നമുക്കൊക്കെ ഒരു ഹൈറാർക്കി ഉണ്ട് ഈ സിറ്റിയില്. ഈ സിറ്റിയിലെ ജഡ്ജ് മറ്റേ ഇതിന്റെ ഹെഡാ പുള്ളി. ഈ പുള്ളിയുടെ അടുത്ത് പോയിട്ട് നമ്മള് മാസ് അടിക്കാൻ പറ്റുമോ? അങ്ങനൊന്നും പറ്റത്തില്ല. അതല്ല ക്യാരക്ടർ ഓറ എന്ന് പറയണത് അങ്ങനെ അല്ലല്ലോ. അണ്ണന് എനിക്ക് പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കണേ. പ്രൈവറ്റ് ഇവിടെ ഉണ്ടാവില്ല. അപ്പം പ്രോസിക്യൂഷൻ കേൾക്കത്തില്ല സാർ. അപ്പൊ അതനുസരിച്ച് പ്രോസിക്യൂഷൻ ഇല്ല. വൺ സൈഡ് അല്ല. ഇപ്പൊ നിലവിൽ പ്രോസിക്യൂഷൻ ഇല്ല. ഇപ്പൊ നിലവിൽ ജഡ്ജസ് ആൻഡ് ചീഫ് ജസ്റ്റിസ് മാത്രമേ. കണ്ണാപ്പി പറഞ്ഞു. ഇത് ഇച്ചിരി ഞങ്ങളെല്ലാരും ഇങ്ങനെ കൂടി ഇച്ചിരി പ്രൈവസി തരുമോ? ഇതിനകത്ത് ഇദ്ദേഹത്തിന് കേട്ടി സംസാരിപ്പിക്കുന്ന വലിയ കാര്യമാണ്. പ്രൈവസി സംസാരിക്കാനാണെങ്കിൽ സംഭവം ഞാൻ പറഞ്ഞുതരാം. വരച്ചന്ദ്ര സാറ് പുള്ളിക്കാരൻ എന്നെ ഇന്നലെ വാടകൂണ്ടകളെ വിട്ട് ആ പോലീസ് സ്റ്റേഷനിൽ അടുപ്പിച്ചു. സംസാരിക്കുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി പറയാം. പറയുന്ന കാര്യങ്ങളെല്ലാം കോടതിയിൽ അഡ്മിസിബിൾ ആയിരിക്കും. ഓക്കെ, കോടതി ഉൾപ്പെടുത്ത കാര്യം ചീഫ് ജസ്റ്റിസും ഇവിടെ നിൽക്കുകയാണ്. നീ എന്ത് പറയുന്നു അത് നിന്റെ ടെസ്റ്റ്മെന്റ് ആയിട്ട് എടുക്കും. മനസ്സിലായില്ല. മൊഴിയായിട്ട് എടുക്കും. താൻ എന്ത് പറഞ്ഞാലും അത് തന്റെ മൊഴിയായിട്ട് കൺസിഡർ ചെയ്യും. കാര്യം അപരാധമാണ് ഇപ്പോൾ. അത് അവനത് കളിക്കാൻ കഴിവില്ലാത്തതുകൊണ്ടാണ്. ഇപ്പോഴും ഇതേപോലെ ചെയ്യുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇതുകൊണ്ട് കട്ട് ചെയ്ത് കാണിച്ചു കൊടുത്താൽ മതി. നീ ബുദ്ധി ഇല്ലാത്തവനാ മണ്ടനാന്നൊക്കെ പറയുന്നത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് പുട്ട് പോലെ ഇറങ്ങി വരുന്നത്. ഒരുപാട് ആൾക്കാർ ഇവിടെ കേട്ടോണ്ടിരിക്കും.